എൻ്റെ വീട്ടിൽ മാവില്ലെങ്കിലും ഈ മാങ്ങ സീസണിൽ ഞങ്ങൾക്ക് മാങ്ങയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളറിയാവുന്നവർ നമുക്ക് മാങ്ങ കൊണ്ട് തരുമല്ലോ. അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരുപാട് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കുറച്ചെടുത്തിട്ട് അരിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പഴുപ്പിക്കാനായിട്ട്. ബാക്കി എടുത്ത് ഇതേപോലെ വാട്ടിങ് വെച്ചിട്ടുണ്ട് ഉപ്പിലിടാനായിട്ട്. അതാകുമ്പോൾ മാങ്ങ കിട്ടാത്ത സമയത്ത് നമുക്ക് മാങ്ങ കഴിക്കാമല്ലോ. അങ്ങനെ നല്ല പഴുത്തൊരു മാങ്ങ നോക്കിയെടുക്കുക, എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രൂട്ടീൻ്റെ ഒക്കെ ആഡിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തത്. സാധാരണ ഇങ്ങനെ നല്ലപോലെ കിട്ടാത്തതാണ്, പക്ഷെ ഇപ്പം ഈ പ്രാവശ്യം കിട്ടി. അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പിട്ട് കഴിച്ചാൽ സെറ്റാണ് കഴിച്ചത്. ഇപ്പം എൻ്റെ ടേസ്റ്റ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളെല്ലാവരും കഴിക്കുന്നില്ലേ. പക്ഷെ ഞാൻ അധികം പഴുത്ത മാങ്ങയിൽ എരിവൊക്കെ ഇട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മുളക് പൊടി ഇടുമ്പോൾ കൂടുതലൊന്നും ഇടാതിരിക്കുക, കാരണം ഞാൻ കുറേ ഇട്ടത് കൊണ്ട് തന്നെ ലാസ്റ്റ് ഞാൻ ഇരിഞ്ഞ് പൊരിഞ്ഞ് ചത്തായിരുന്നു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന മാങ്ങ ഞാൻ പ്ലെയിനായിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഉപ്പിലിടാനായിട്ട് വാട്ടി വെച്ച മാങ്ങ ഉപ്പിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് സെറ്റായിട്ട് കാണിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. പിന്നെ വീഡിയോ